സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിലേക്ക് 2500 മറൈൻ സൈനികരെ അയച്ച് അമേരിക്ക. ഇതുകൂടാതെ ഒരു ആംഫിബിയസ് അസോൾട്ട് കപ്പലിനെയും അമേരിക്ക നിയോഗിച്ചു. മേഖലയിലെ അമേരിക്കൻ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജപ്പാൻ ആസ്ഥാനമായുള്ള 31ാമത് മറൈൻ എക്സിപെഡിഷണറി യൂണിറ്റും USS ട്രിപ്പോളി എന്ന യുദ്ധക്കപ്പലുമാണ് മിഡിൽ ഈസ്റ്റിലേക്ക് തിരിക്കുന്നത്. തന്ത്രപ്രധാനമായ സൈനിക നീക്കങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാൽ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം പുറത്തു പറഞ്ഞത്. മറൈൻ എക്സ്പെഡിഷണറി യൂണിറ്റുകൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പെട്ടെന്ന് പ്രതികരിക്കാൻ സജ്ജരായ സൈനിക വിഭാഗമാണ്. ഇവർ ആംഫിബിയസ് ആക്രമണങ്ങളിൽ വിദഗ്ധരാണെങ്കിലും എംബസികൾക്ക് സുരക്ഷ നൽകുന്നതിനും സിവിലിയന്മാരെ ഒഴിപ്പിക്കുന്നതിനും മാനുഷിക ദുരന്തങ്ങളിൽ പ്രതികരിക്കുന്നതിനും പ്രത്യേക പരിശീലനം ലഭിച്ചവരാണ്. എന്നാൽ ഈ സൈനിക വിന്യാസം ഉടനടി ഒരു കരയുദ്ധമുണ്ടാകുമെന്ന് അർത്ഥമാക്കുന്നില്ലെന്നും സാഹചര്യങ്ങൾക്കനുസരിച്ച് വിവിധ ദൌത്യങ്ങളെ ഏറ്റെടുക്കാനാണ് ഇവർ എത്തുന്നതെന്നുമാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. നിലവിൽ പസഫിക് സമുദ്രത്തിലുള്ള ഈ കപ്പലുകൾ ഇറാൻ തീരത്തെത്താൻ ഒരാഴ്ചയിലേറെ സമയമെടുക്കും. ഇസ്രയേലിനും ഗൾഫ് രാജ്യങ്ങൾക്കും നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുകയും ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഫലത്തിൽ അടച്ചുപൂട്ടുകയും ചെയ്ത സാഹചര്യത്തിലാണ് അമേരിക്കയുടെ നീക്കം. നിലവിൽ അറേബ്യൻ കടലിൽ അമേരിക്കയുടെ 12 കപ്പലുകളുണ്ട്. ഇതിൽ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലും 8 ഡിസ്ട്രോയറുകളും ഉൾപ്പെടുന്നു. USS ട്രിപ്പോളി കൂടി എത്തുന്നതോടെ മേഖലയിലെ രണ്ടാമത്തെ വലിയ അമേരിക്കൻ യുദ്ധക്കപ്പലായി അത് മാറും. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിൽ മാത്രം നിലവിൽ 8000 അമേരിക്കൻ സൈനികർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതേസമയം വാഷിംഗ്ടണിൽ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് യുദ്ധം തുടങ്ങിയ ശേഷം അമേരിക്കൻ സൈന്യം 10,000-ലധികം ശത്രുലക്ഷ്യങ്ങൾ തകർത്തതായി അറിയിച്ചു. പ്രതിദിനം ശരാശരി 1000 ആക്രമണങ്ങളാണ് അമേരിക്ക നടത്തുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്നും അമേരിക്ക ഇത് കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ശത്രുക്കളോട് ദയ ഉണ്ടാകില്ല, അവരെ ഞങ്ങൾ അടിച്ചമർത്തുമെന്നും ഹെക്സത്ത് വ്യക്തമാക്കി. അതേസമയം ഇറാൻ സൈന്യത്തോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ സൈന്യത്തോട് ആയുധങ്ങൾ ഉപേക്ഷിക്കണമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ട്രൂത്ത് സോഷ്യലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനിലെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർ ദ്വീപിലെ സൈനിക കേന്ദ്രങ്ങൾ അമേരിക്ക തകർത്തതായും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ഇവിടുത്തെ എണ്ണ ടെർമിനലുകൾ നിലവിൽ സുരക്ഷിതമാണെന്നും ട്രംപ് പറയുന്നുണ്ട്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% ഖാർ ദ്വീപിലെ ടെർമിനലുകളിൽ നിന്നാണ്. ഹോർമൂസിലൂടെയുള്ള കപ്പൽ സഞ്ചാരം തടഞ്ഞാൽ ഖാർഗിലെ എണ്ണ ടെർമിനലുകൾ ആക്രമിക്കാൻ മടിക്കില്ല. ഇറാനിൽ ഭരണമാറ്റത്തിന് വെല്ലുവിളികളുണ്ടെന്നും ട്രംപ് പറയുന്നു. അതേസമയം സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ സൈനിക വിന്യാസം ശക്തിപ്പെടുത്തുകയാണ്. പെന്റഗണിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇറാനെതിരെ അമേരിക്ക ശക്തമായ സൈനിക നടപടികൾ തുടരുന്നതായി പീറ്റർ ഹെക്സത്ത് വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ സൈനിക ശേഷി തകർത്തുകൊണ്ടിരിക്കുന്നതിനാൽ ഇതുവരെ കാണാത്ത തോതിൽ ആക്രമണങ്ങൾ നടത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ വ്യോമസേന, വ്യോമ പ്രതിരോധ സംവിധാനം, നാവികസേന എന്നിവ ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ലെന്നും രാജ്യത്തിന്റെ മിസൈൽ ശേഷി 90% വരെ കുറഞ്ഞുവെന്നും ഹെക്സത്ത് പറയുന്നു. കൂടാതെ ഇറാന്റെ പ്രതിരോധ കമ്പനികൾ നശിക്കപ്പെടുന്നതിനാൽ പുതിയ ആയുധങ്ങൾ നിർമ്മിക്കാൻ അവർക്ക് കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമൂസ് കടലെടുക്ക വിഷയത്തിൽ ഇറാൻ തീർത്തും നിരാശയിലെന്നാണ് ഹെക്സത്ത് ആരോപിക്കുന്നത്. എന്നാൽ അവസ്ഥയെ അമേരിക്ക നിയന്ത്രണത്തിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ മുജ്തബ ഖമനേയിക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും മുഖത്ത് ഗുരുതരമായി പരിക്കുണ്ടായിരിക്കാമെന്നും ഹെക്സത്ത് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.